എൻ്റെ മോനെ ഈ ഒരു വ്യൂവിന് വേണ്ടി മാത്രം കേട്ടോ എല്ലാവരും വരുന്നേ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കയാക്കിങ്ങിന് നമ്മൾ പോവാം. നമ്മളിപ്പോൾ ആലപ്പുഴയിലുള്ളത്. എല്ലാത്തിനും കാണിച്ചു തരാം. ഇവിടെ ആലപ്പുഴ എന്ത് പേരെന്തായിരുന്നു? ഓസ്കാർ ക്രൂസർ എന്ന് പറഞ്ഞ ഒരു ഏജൻസി വഴി നമ്മൾ വന്ന കേട്ടോ. ഏത് പൊളിഞ്ഞു കിടക്കുന്ന അപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞു കിട്ടുന്നില്ല. നമുക്ക് നേരെ കയാക്കി കയറി ഇരുന്നിട്ട് നമുക്ക് പോവാം. നമ്മൾ ഈ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്തോ? ബെന്നി ചേട്ടനാണ് കേട്ടോ നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്നേ. നമ്മളെ നേതൃത്വം നമ്മളെ കൊണ്ടു നടക്കാൻ പോകുന്ന ചേട്ടനാണ്. നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടനാ കേട്ടോ. അപ്പം എങ്ങനെയാ അച്ചു തുറന്നല്ലേ? അയ്യോ അതാണ്ട് കൊണ്ടുപോകുന്നത് സംഭടിപൊളി കേട്ടോ. ഓ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഭയങ്കര അടിപൊളിയാട്ടോ. ഓരോരുത്തരെ കയറ്റി വിടുന്നുണ്ട്. ഇടിക്കല്ലോടാ അച്ഛേ തമ്മിൽ എടുത്താലോ. ബാ എടാ എല്ലാവരും ഇവിടെ വന്നിക്ക്. ശരിക്കും ആദ്യം പേടിച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതത് എക്സ്പീരിയൻസും ഇല്ലല്ലോ. അപ്പം ഇന്നത് കയറി ഇരുന്ന് കുറേ കഷ്ടപ്പെട്ട് ഒന്ന് ലെവലാവാൻ വേണ്ടി കൊണ്ടിരിക്കാടാ ഫീത്തെ. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. കുറച്ച് പേരുടെ വന്നിട്ട് നമ്മളെ കുറച്ച് മുമ്പ് കാണിച്ച പുള്ളി മുന്നേ പോവും. പക്ഷെ കയറി ഇരുന്നൊരു 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ആയില്ലേ. അതുകൊണ്ട് കണ്ണുപോലും കാണാതെ നീന്തുന്നു. അവന് കണ്ണ് കാണത്തില്ല കേട്ടോ. അവൻ്റെ കണ്ണാടി പോയി. ഞാനവിടെ ഒറ്റ കയ്യിലൊക്കെയാ കാണിക്കുന്നത്. എന്തോ ആവുന്നു എന്തോ. യൂട്യൂബറിനടിച്ച് താഴെ ഇട്ട് എന്ത് തോന്നുന്നു? നല്ല ആക്കണം. നല്ല എക്സ്പീരിയൻസ്. ഫേത്ത് വെച്ച് പറപ്പിക്കുന്നു കേട്ടോ. എവിടെ വേണ്ട വെള്ളം കുറച്ചൊക്കെ വീഴും, കുഴപ്പമില്ല. അടിച്ചു അയ്യോ ഇങ്ങോട്ട് പോണെടുക്കാം. മറ്റേ പുള്ളി പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ക്ലാസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ചെറിയൊരു ക്ലാസ് പോലെ. സംഭവത്തെ വെച്ചാൽ ഓപ്പോസിറ്റ് നീന്തണമെന്നാണ് പറഞ്ഞത്. സംഭവം എന്തോരം കിട്ടുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ വിഷ്വല്. കുറേ പേരുണ്ട് കേട്ടോ. ഭയങ്കര ബോട്ടിൽ കുറേ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പോകും. സംഭവം ഭയങ്കര അടിപൊളിയാട്ടോ. അതിനിടയ്ക്ക് അവൻ്റെ കണ്ണാടി വെള്ളത്തിൽ പോയി. എന്ത് കിട്ടിയോ? കണ്ണാടി കിട്ടി. അപ്പം ബാക്കിൽ കിടന്നു. അപ്പോൾ ഇത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, തിരമാലയാണ്. ഈ വലിയ ബോട്ട് പോകുമ്പോൾ അതിൻ്റെ തിരമാല നമ്മളെ തന്നെ അടിക്കും. അപ്പോഴാണ് ആകെയുള്ള ടാസ്ക്. നമ്മളിപ്പോൾ നിർത്തിയിട്ടിരിക്കുക. ഇത് സത്യം സംഭവം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലടാ. ഇത് ഒന്ന് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളു കേട്ടോ. എന്നെ തള്ളിയിടാടാ. അതുകൊണ്ട് എന്തോ ബ്രോയുടെ പേരെന്താ ബ്രോ? ജോൺസൺ. ഈ ബ്രോ കേട്ടോ നമ്മളെ ഇപ്പം ഗൈഡ് ചെയ്യുന്നു. ജസ്റ്റിൻ. ഇവിടുന്ന് അപ്പുറം 1.5 കിലോമീറ്റർ അപ്പുറത്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ദൂരം ഈ വലിയ ബോട്ടെല്ലാം സച്ചു ഇത് ഡ്യൂക്കല്ല കേട്ടോ. വലിയ ബോട്ട് വരുന്നുണ്ട്. അതിന് തിരമാല അടിക്കാതിരിക്കാൻ നമ്മളെ വലിയ ബോട്ട് വരുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് മാറ്റും. പക്ഷെ ആദ്യത്തെ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ സംഭവം. ഒറ്റ കയ്യിലൊക്കെ സെറ്റ് ആവുന്നുണ്ട്.
ഇത് ഒത്തിരി ദൂരമുണ്ട് കേട്ടോ, ഒത്തിരി ഇടം. ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 6:15 7 മണിയൊക്കെ. തിരിച്ച് എത്ര മണിക്ക് വരും? 6:45 അല്ലേ? എടാ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് വെച്ചു? നീരെ കണ്ണൊക്കെ കാണാവോ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫെയ്ത്ത് ഇപ്പോൾ 2-3 വട്ടം വേണ്ട. ഫെയ്ത്ത് കേട്ടോ നമ്മളവിടെ കൊണ്ടുവന്നേ. അതെ, ജിമ്മിലൊന്നും പോണ്ട. ഫെയ്ത്ത് ഇവിടുത്തെ മെയിൻ ആളാ. ഇവിടെ ഗൈഡ് ചെയ്യുന്ന ഫെയ്ത്താ. അതുപോലെ നമ്മുടെ ഗൈഡിൻ്റെ വലിയ സ്പീക്കറൊക്കെ ഉണ്ട്. സ്പീക്കറെ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഹോയ് ഗൈസ്, ഇത് ഞാൻ ടയർഡായപ്പോൾ നിതിൻ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. നിതിനെ താങ്ക്സ്. നോ മെൻഷൻ. നമുക്കിനിയും അതിൻ്റെ ഈ വളവ് കഴിയുമ്പോൾ ഒരു ചായക്കട ഉണ്ടെന്നാണ് പറഞ്ഞത്. ചായക്കടയെ നിർത്തി തരുമെന്നൊക്കെ പറയുന്നു. അതൊക്കെ അവിടെ നിന്ന് ചായ പിടിക്കാമെന്നൊക്കെ പറയുന്നു. ഇവിടെ ഫുള്ള് പോട്ടെ കേട്ടോ, ഭയങ്കര അടിപൊളിയാട്ടോ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ താഴും, അപ്പോൾ ഭയങ്കര സെറ്റപ്പായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ, അവിടെ വെള്ളവും ചായ ഐസ്ക്രീമോ എന്തോ വെച്ചാൽ വേണ്ട എല്ലാം കിട്ടും അവിടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്നവരെല്ലാം അവിടെ ചായയൊക്കെ കുടിക്കാൻ നിൽക്കുക. പിന്നെ ഇങ്ങനെ സുഖമായിരിക്കും ഇരിക്കുന്ന, നല്ല രസമുണ്ട് കേട്ടോ. ആകെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ വലിയ വലിയ ബോട്ട് പോകുമ്പോൾ നമ്മുടെ തിരമാല അടിക്കും. തിരമാല ഭയങ്കരമായിട്ട് അടിക്കും. അപ്പം ഒരു സമയത്തൊക്കെ 2-3 ബോട്ടൊക്കെ വരുന്നു കേട്ടോ. അവിടെ എല്ലാം ബോട്ടുണ്ട്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ ആകെയുള്ള പ്രശ്നം എന്നിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഭയ പഠിച്ചങ്ങ് പോകും. നിതിനൊക്കെ കൊണ്ട് അങ്ങ് കിടക്കുന്നേ ഉള്ളൂ. ഇത് വരുന്ന നിതിന് അങ്ങ് പോകുന്നത്. നമുക്കെന്തായാലും ഇപ്പം ഇവിടുന്ന് 2 കുപ്പി വെള്ളമൊക്കെ മേടിച്ച് നമുക്കിനി ഇവിടുന്ന് അങ്ങ് വരെ പോകണം. അങ്ങ് ദൂരെ അവിടെ വരെ പോയിട്ട് തിരിച്ച് നമ്മൾ ഇപ്പോൾ വന്ന ദൂരം എല്ലാം തിരിച്ചു പോകും. ഇതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബലൂണൊക്കെ ആയിട്ടാ വന്നത്. ഇതെവിടെ കിട്ടിയോ ബലൂണ്? നീ ചോദിച്ചോ? സംഭവം അടിപൊളിയാട്ടോ. വരുന്നവരൊന്ന് സൺസ്ക്രീമൊക്കെ തേച്ച് വന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ? സൺസ്ക്രീമൊക്കെ തേച്ചാൽ ഒരു 4:30 കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കുക. ഇതിനെ ഇത് പറ്റി ക്ഷീണിച്ചോ? ശരിക്കും ക്ഷീണിക്കും കേട്ടോ, നന്നായിട്ട് ക്ഷീണിക്കും. എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഈ ഒരു വ്യൂവിന് വേണ്ടി മാത്രം കേട്ടോ. ഇവിടെ വരണം കേട്ടോ, എല്ലാവരും ട്രൈ. ഇതും ഒരു യൂട്യൂബർ കേട്ടോ, നമ്മുടെ തൊട്ട് തുടക്കക്കാരൻ തന്നെ. പേരെന്തായിരുന്നു യൂട്യൂബ് ചാനലിൻ്റെ പേരെന്നാ? ഓ ഓക്കെ ഓക്കെ. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണേ. സച്ചേ കിടിലും വ്യൂ അല്ലേ എൻ്റെ മുന്നേ. എല്ലാവരും ഇവിടെ വരണം കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 5 പേര് കൂടുതലാണെങ്കിൽ 400 രൂപയും, 5 പേര് താഴെ ആണെങ്കിൽ 500 രൂപ കേട്ടോ. വരുവാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് തന്നെ വരണം, വിളിക്കണേ ഫ്രണ്ട്സായിട്ട് തന്നെ വരണം കേട്ടോ. എന്തായാലും ഇത്ര ക്ഷീണിച്ചാലും ഈ സൺസെറ്റ് കണ്ട് നീന്താനായിട്ട് ഭയങ്കര രസമാണ്. എൻ്റെ മോനെ കിടിലം വൈബ്. ഇതിനകത്ത് മൊത്തം കൊക്ക കേട്ടോ, ഫുള്ള് കൊക്ക. ഫോണിനകത്തായിരുന്നു ഇതിലും അടിപൊളിയായിട്ട് കിട്ടിയാൽ എന്തായാലും.
അപ്പോൾ ഗൈസ് നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം വന്നപ്പോൾ ഇച്ചിരി വെയിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു 4:30 ആയപ്പോൾ സൺസെറ്റ് കാരണം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ല വൈബായിരുന്നു. ഇവരുടെ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം അതിൻ്റെ പോലെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.